ഇങ്ങടുത്ത് എന്നാ വലിച്ചു കയറ്റ. വീര്യം പോരല്ലോടാ. ഓടെ നിലക്ക് ശരിയായില്ലല്ലേ? അളവും കുറവാണല്ലോ. ഓ എന്റെ പൊന്നു തമ്പുരാനെ, തമ്പുരാൻ പറഞ്ഞ ആപ്പിള്, മുന്തിരി, കറുകപ്പട്ട, കോഞ്ഞാട്ട എല്ലാം ഇട്ടിട്ടുണ്ട്. ബാറ്ററി ഇട്ടില്ലേ? ബാറ്ററി ടോർച്ചിന് വിളിച്ചിടാത്തന്ന് അതിനകത്ത് എടുത്തിട്ട്. ആ വെട്ടി വിഴുകുന്നതൊക്കെ കൊള്ളാം. പരിസരബോധം വേണം. എടാ മോനെ ഹൈദരലി, ഭരതന്റെ വിവാഹ നിശ്ചയത്തിന്റെ ആഘോഷം കുറച്ച് അടിപൊളിയാകട്ടെ എന്ന് കരുതിയല്ലടാ ഇതൊക്കെ വാറ്റി കുടിക്കുന്നത്. അല്ലെങ്കിൽ വല്ല ബാറിലും പോയാ പോരെ. എടാ ജീവിതത്തിന് ഒരു ത്രില്ലൊക്കെ വേണ്ടേ? പിന്നെ തീർച്ചയായും വേണം ഒരു ത്രിൽ. ഇപ്പോഴാണടാ നീ ഒരു നല്ല വാറ്റുകാരനാണെന്നുള്ളവർ എനിക്ക് മനസ്സിലായത്. അപ്പൊ കുട്ടാ, ഈ കൊടവും കോപ്പും കോസടിയൊക്കെ എടുത്ത് ഇവരുടെ തലയിലോട്ട് വെച്ചു കൊടുക്ക്. ശേഷം വരെ ഒന്ന് നടക്കട്ടെ. 10 ആള് കാണട്ടെ മാന്യന്മാരുടെ തിരു സ്വഭാവം. എടുത്തു വെക്ക്. വെക്കടാ. എടുത്ത് വെക്കണ സാറ് പറഞ്ഞു കേട്ടില്ലേ? നിന്നോടും കൂടി ചേർത്താ പറഞ്ഞു. അതങ്ങ് പറഞ്ഞാ പോലെ. എടുത്ത് വെക്കടാ, ജോലി ഉണ്ടാക്കാതെ. എന്റെ മാമിയുടെ മുഖം വണ്ടി കഥിക്കണ്ട. ആഹാ എന്തിനാ ഒരു കുഴപ്പമില്ല. നമുക്ക് നീ ആ കൊടോട് നേരെ വെച്ചു. ഹലോ ഇതാത്തണം. അയ്യോ ചൂടാവല്ലേ. ചുമ്മാ പോയിട്ട് വരാം. പാർവതിയെ, ഭരതൻ എവിടെ? ഊണെടുത്ത് വെക്ക്. ചോദിച്ചു കേട്ടില്ലെന്നുണ്ടോ? ഇവർക്കും വേണം. ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ, എന്നിട്ട് മതി ഊണും ഉറക്കമൊക്കെ. നന്നാവില്ലടോ, നന്നാവില്ല. അതിനുള്ള പോക്കല്ലേ. ഉദ്ദേശ വഴിയെ പോയില്ലേ, പോയ വഴി അടിക്കുക. പോലീസുകാര് ഉപദ്രവിക്കോ മാധോട്ടാ? ഏയ്, കേസ് കള്ളവാറ്റല്ലേ. സർക്കാർ ഡിസ്റ്റിലറിയുടെ MD ആക്കാനാ സാധ്യത. പിന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി പോലീസുകാരുടെ വക 2 ഉമ്മയും. മാധവേട്ടന് ഒന്ന് സ്റ്റേഷനിൽ വിളിച്ച് പറയായിരുന്നില്ലേ? ജാമ്യത്തിലിറക്കാൻ വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈശ്വരാ, ഇപ്പോഴാ ആന്തരം നടങ്ങിയത്. ഇങ്ങോട്ട് വരട്ടെ. 2 എണ്ണം മുഖം അടച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. എന്തിനാ പറയുന്നേ? പ്രവർത്തിക്ക്. കരണക്കുറ്റി നോക്കി 2 പൊട്ടിയിൽ വെച്ചു കൊടുക്ക്. ആ ഗോപിക അറിഞ്ഞിട്ടുണ്ട് എന്താ സ്ഥിതി? പാവം കുട്ടിയാ. എന്തിനാ ഭരതേട്ട ഇങ്ങനെയൊക്കെ കാണിക്കണത്? അതിനിപ്പോ ഇവിടെ ഭൂമി ഇടിഞ്ഞു വീണോ? ചേടാ, ഇത് നല്ല കൂത്ത്. കള്ളച്ചാരായം മാറ്റി പോലീസുകാർ പിടിച്ചോണ്ടുപോയി. അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നും അല്ലല്ലോ. ഭരതേട്ടൻ എന്നെ കുറിച്ച് എന്താ ആലോചിക്കാത്ത? ഒരുപാട് വികൃതികൾ കാണിച്ചു കൂട്ടുന്ന ഭരതേട്ടന് ഗോപിയും വികൃതി കാട്ടാനുള്ള ഒരാളായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതറിയണം എനിക്ക്. ഇത് വലിയ ഏടാകൂടമായല്ലോ. ഇനി പെണ്ണേ, നിന്റെ കാര്യത്തിൽ ഭരതൻ ചെരച്ച് കയറ്റി. ഇനി യുദ്ധകാലടിസ്ഥാനത്തിൽ പുറംകാലിനടിച്ച് പൊളിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോവല്ലേ? എല്ലാം ഒന്ന് അവസാനിപ്പിച്ചൂടെ? ആരെ തോൽപ്പിക്കാനാ? സ്വയം തോൽക്കുകയാണെന്ന് അറിയാനുള്ള ബുദ്ധി ഉണ്ടായാൽ മതിയായിരുന്നു. ഭരതേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ ആവണേ? അറിയില്ല, ഞാൻ ഇങ്ങനെയായിപ്പോയി. ഇതാണ് ചീമേനി ഭരതൻ. ഭരതേട്ട, ഗോപിയുടെ ഭരതൻ ഇങ്ങനെയൊന്നും ആവണ്ട. ഇതൊന്നും ഗോപിക്ക് കണ്ടും കേട്ട അനുഭവം ഇല്ലാഞ്ഞിട്ടാവും. ഒരു അമ്പലവാസി പെണ്ണിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാവും. അയ്യേ, എന്താ ഇത്? നിനക്ക് വാക്കും മോഹം തന്നുപോയല്ലോ എന്നൊരു കുറ്റബോധമായിരിക്കെ. ഭരതന്റെ ഉള്ളില് നിറഞ്ഞ പകയാ. പക.
കാണാനേ ഇല്ലല്ലോ. ഗോപികയെ കിട്ടിയതിന്റെയാ? മൂപ്പർക്ക് ഭരതനെ ദിവസം ഒരിക്കലെങ്കിലും കണ്ടില്ലെങ്കിൽ ആകെ വിഷമാ. മുഖമൊക്കെ ഉഷ്ണിച്ചിട്ടാണല്ലോ, മുടിയൊക്കെ പാറിപ്പറന്ന്. ഒന്ന് വൃത്തിയായി നടന്നാലെന്താ? ആ, ദേ അകത്തിരുന്ന് എഴുതുന്നുണ്ട്. ചെന്ന് മുഖം കാണിക്കേ, ഞാനിപ്പോ വരാം. ഞാൻ ഈ മാറ്റർ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ, നാളെ അയച്ചു കൊടുക്കാനുള്ള. ആ ഇരിക്കടോ, താൻ അടുത്തുള്ളപ്പോ വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധമാണ്. ഒരു സഖാവിന്റെ വൈകാരികതയ്ക്കും വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിനുമൊക്കെ പാർട്ടി ചില മാനദണ്ഡങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. നാം എത്ര തന്നെ ശ്രമിച്ചാലും എന്റെ മാധവിനെ കൊല്ലരുത്, എനിക്ക് ആരും ഇല്ലണ്ടാവും. സാരമില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ. അച്ഛനോടുള്ള പകയാ, എല്ലാം അവരോട് തുറന്നു പറയണം. വേണ്ട മാധവേട്ട, ഭരതനെ ഇനി നമുക്ക് കാണണ്ട. അങ്ങനെ മകനും വേണ്ട. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവൻ നമുക്ക് നഷ്ടപ്പെടില്ല ഒരിക്കലും. നിനക്കെന്നെ കൊല്ലണോ? കൊന്നോ? എനിക്കറിയാം നിന്റെ മനസ്സിൽ ചങ്ങല കിടക്കുന്നൊരു ഭരതനുണ്ട്. ചിലപ്പോ ആ ചങ്ങല പൊട്ടിക്കാറുണ്ട്. ആ ഭരതനെ ഇല്ലാതാക്കാൻ ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? പറ. കൊല്ലണമെങ്കിൽ കൊല്ലാം. നിന്റെ അമ്മേ ലക്ഷ്മിഭായി തമ്പുരാട്ടിയെ മാധവൻ ചതിച്ചിട്ടില്ല. സത്യം, എവിടെയോ ഒരു തെറ്റുണ്ട്. അതെന്റേതല്ല. കുഞ്ഞാമ്പുന്റെ ആണെന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അറിയാൻ ശ്രമിച്ചിട്ടില്ല മാധവൻ. ആ തെറ്റാവാം നിന്റെ ഉള്ളിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഭരതൻ. കൊല്ലാൻ നിനക്കെന്നെ വാടക കൊലയാളിയെ പോലെ തക്കം പാർക്കേണ്ടതില്ല. സമരാഗ്നിയിൽ പരുവപ്പെട്ട മനസ്സായത്. ഭയമില്ലൊന്നിനും. അന്ന് ഗഫൂറിനെ കൊന്നപ്പോ നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടത് മകനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാ. സ്നേഹിച്ചുപോയി. വെറുക്കാനാവില്ല. നിന്നോട് എന്തും പൊറുക്കാനേ അച്ഛൻ കഴിയൂ. കരഞ്ഞു തീർക്കെല്ലാം. മനസ്സൊന്ന് ശാന്തമാകട്ടെ. പോകാം. അച്ഛൻ പോയിക്കോളൂ, ഞാനിവിടെ ഒന്ന് കിടന്നോട്ടെ. സ്വസ്ഥമായി ഉറങ്ങണം എനിക്ക്. എന്തിനാടാ പാതിരായി കിടന്ന് നരി പോകുന്ന പോലെ പോകുന്നേ? ആരേലും കാൽ നടക്കാറുണ്ടോന്ന് അറിയാനാ.
നീയും ഭരത 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 മാധവേട്ട മരിച്ചു. ആരും ഇന്നലെ രാത്രി പുഴയിലിട്ട് വെട്ടിക്കൊന്നതാ. കൂടെ രാഘവനുണ്ടായിരുന്നു. അയാളെ കാണാനുമില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മാധവേട്ടന്റെ ശവം ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന് കാണും. അവിടെ എന്തിനാണ് നീ കൊടുച്ചത് ചെയ്തേ? എന്റെ മാധവട്ടിനെ കാണാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. പോടാ പോടാ എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോടാൻ. ഹൈദരാലി, അതേടാ ഹൈദരാലി, എന്നടാ ഞാൻ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ലടാ. ക്ഷണിച്ചാലാടാ നീ. ഞാൻ നിന്നോട് കൂടില്ല, ഞാൻ നിന്നോട് കൂടില്ല. കൊല്ലുകൊള്ളാ നിന്നെ അവൻ. ഹൈദരാലി വിട്. ചോരക്കുഴി ഒറ്റ കൊടുക്കുകയായിരുന്നു. അവനെ കൊണ്ടത് പറയിക്കണം. എല്ലാവരും നിന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. തൽക്കാലം നീ പോ. പോവാൻ 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 പോടാ. സഖാവ് വയലാർ മാധവൻ ഇനി ചരിത്രത്തിന്റെ ഏടുകളിൽ മാത്രം. അല്ലേടോ കരിപ്പായി? പിന്നല്ലാതെ. ഇനി ഒരു എൻക്വയറി കമ്മീഷൻ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനിയെല്ലാം തന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. ഞാൻ ഏറ്റു മമ്മാലി. എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ ആ പറഞ്ഞവന്റെ നട്ടെല്ലാം അടിച്ചോടിക്കണം. നട്ടല്ലല്ല, നാവ് ഞാൻ ചവിട്ടിപ്പിഴും. വാടാ. ആ സഖാവ് മാധവന്റെ സംസ്കാര ചടങ്ങ് ഒന്നും ഒതുങ്ങുണ്ടായോ? എന്തായാലും ആ ഒരു തലവേദന അങ്ങ് ഒഴിഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും പൊന്നുരുത്തിയിൽ വാറ്റി തുടങ്ങുന്നു. പൊന്നുരുത്തി പൊന്നും മദ്യവിപണിയെ ചൂട് പിടിപ്പിക്കുന്നു. പിടിപ്പിച്ചോ പിടിപ്പിച്ചോ. പക്ഷേ പഴയ 40% ഉണ്ടല്ലോ. ദേ ആ അതെന്നെ വർത്തമാനമാണോ? ഒരു ചീഞ്ഞമത്തിക്ക് വില പറയുന്ന പോലെ. ഞാനെന്താ റിസർവ് ബാങ്കോ നോട്ടടിക്കാൻ? എടോ വിശ്വം, ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വലിയ റിസർവ് ബാങ്കാ. ലോകത്ത് ഡിപ്പോസിറ്റ് ഇല്ലാതെ പണം എടുക്കാവുന്ന ഏക സ്ഥാപനം. എന്നാലും നമ്മൾ തമ്മിൽ വേണം 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 വേണ്ടേ? പിന്നെ എടോ, ബിസിനസ് വേറെ, ചങ്ങാത്തം വേറെ, രാഷ്ട്രീയം വേറെ. മമ്മാലിക്കുട്ടിയുടെ പോളിസി അതാ. ഓ എന്ത് പണ്ടാറ വരെയല്ലോ വലത്ത്. എടാ വെങ്കച്ച, എന്തോ ഇന്ന് രാത്രി നമ്മൾ പൊന്നുരുത്തിൽ വാറ്റ് തുടങ്ങണം. അതിനുള്ള കോട കീട ചട്ടി കല മാങ്ങാത്തുലി ഒക്കെ ഇറക്കിക്കോ. ഓക്കെ. എടാ രാഘവ, രാഘവോ, വിശ്വസിക്കുന്നവരെ ഞങ്ങൾ ചവിട്ടി താഴ്ത്താറില്ല. പറഞ്ഞ തുകയുടെ ബാക്കി തരാനുള്ള ക്യാഷ് 1,00,000 രൂപ. കണ്ടോ 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 ഗാന്ധി ഗാന്ധി ഇത് കണ്ടോ? അവസാനം നമ്മൾ ഒപ്പിച്ചെന്ന് പറഞ്ഞേക്കല്ലേ. ആ ഇതും കൊണ്ടുപോയി നീ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കും. ഒരു ചായ എടു. കടുപ്പത്തി വേണേ. ചാല ചമ്മന്തി കന്നേ.
കൊന്നത്? തുടങ്ങിയിട്ടേ ഉള്ളൂ. ചോരയും ജീവനും കൊണ്ടുള്ള കളി, അതാണ് ആ ഭരതന്റെ സ്റ്റൈല്. ലാൽ സലാം. പ്രിയ സഖാക്കളെ, സഖാവ് മാധവേട്ടൻ ഇരുന്ന് ഈ കസേരയിലിരിക്കാൻ അനുവാദം തന്ന ആശീർവദിച്ച നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. നമ്മളെ സ്നേഹിച്ചിരുന്ന സഖാവ് മാധവേട്ടനോടുള്ള ആദരസൂചകമായി നാം ഇന്നൊരു കൂട്ടായ തീരുമാനം കൈക്കൊള്ളണം. സഖാവിന്റെ കൊലപാതകത്തിന് പിന്നിലുള്ളവരെ വെളിച്ചത്ത് കൊണ്ടിരുന്നവരെ നമുക്ക് വിശ്രമം ഉണ്ടായിരിക്കുന്നല്ല. इंकलाब जिंदाबाद, इंकलाब जिंदाबाद, इंकलाब जिंदाबाद, इंकलाब जिंदाबाद, इंकलाब जिंदाबाद, സഖാവ് വയലാർ മാധവന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. സഖാവ് വയലാർ മാധവന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. വാണിയംകുളം മിഷനോടെ കള്ളവാറ്റം അവസാനിപ്പിക്കുക. എന്തെങ്കിലും സംഭവിച്ചാൽ
കുറ്റവാളികളെ പോലീസിന് വിട്ടുതരിക. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. അടുത്ത് വരല്ല, ഞാൻ ഭരതൻ, ഞാൻ പറയുന്നത് കേൾക്ക്. ജുഡീഷ്യറി തീരുമാനിക്കട്ടെ കുറ്റവാളികൾക്കുള്ള ശിക്ഷ. ജുഡീഷ്യറിയെ വിലക്കെടുക്കാൻ ക്രിമിനൽസിന് കഴിയും. തെളിവുകളില്ലേ ധാരാളം. അയോധ്യയിൽ പള്ളി പൊളിച്ചപ്പോൾ AC മുറിയിൽ കിടന്നുറങ്ങിയ പ്രധാനമന്ത്രി ഭരിച്ച നാടല്ലേ ഭാരതം. ഈ നൂറ്റാണ്ട് കണ്ട മഹാഗുരുവിനെ വെറുമൊരു പ്രതിമയാക്കി മാറ്റി. നല്ല ഉദ്ദേശത്തോടെ സ്ഥാപിച്ച ആശ്രമം കലാപഭൂമിയാക്കിയില്ലേ? ഇതിനെതിരെ എന്ത് നിലപാടെടുത്തു ജുഡീഷ്യറി? എനിക്കറിയാൻ എന്ത് ചെയ്യണമെന്ന്. വേണ്ട,